പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൊഴിയാഴം എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥാപരമായ രചനയാണ് കവിയുടെ കാൽപ്പാടുകൾ. കവിയുടെ കാൽപ്പാടുകളിലെ ഒരു ഭാഗമാണ് നിളാതീരത്ത്. നാലുപാടും നീലമേലാപ്പുകെട്ടിയ അനന്തചക്രവാളം, മേഘമാലകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അഗാധ നീലിമ, കണ്ണെത്താത്ത സൗന്ദര്യ സരസിന് കരിങ്കൽ പടവുകൾ തീർത്ത മലനിരകൾ, കിഴക്കും തെക്കും പടിഞ്ഞാറ് വടക്കും ഇതൾ വിരിഞ്ഞ ഗിരിനിരകളുടെ നീലത്താമര തടാകങ്ങൾ, കിനാവുകളുടെ അനന്ത സാമ്രാജ്യം, നേർത്ത മുടൽ മഞ്ഞിൻ്റെ മൂടുപടം. നിളാനദിയുടെ തീരത്തുകൂടിയുള്ള കവിയുടെ യാത്രയിൽ കണ്ട കാഴ്ചകൾ വളരെ മനോഹരമായി അദ്ദേഹം ഇവിടെ കുറിച്ചിടുകയാണ്, അല്ലെങ്കിൽ വരച്ചിടുകയാണ് എന്ന് പറയാം. നീല മേൽക്കൂര പോലെ പരന്നു കിടക്കുന്ന ആകാശം, നീല നിറമുള്ള മേൽക്കൂര പോലെ പരന്നു കിടക്കുന്ന ആകാശം, മേഘങ്ങൾക്കിടയിലൂടെ കാണുന്ന ആകാശ നീലിമയുടെ ഭംഗി, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആകാശമെന്ന സൗന്ദര്യ സരസിന് കരിങ്കല്ലുകൊണ്ടുള്ള പടവുകൾ തീർക്കുകയാണ് മലനിരകൾ. മല എന്നതിന് പകരം ഇവിടെ ഗിരി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഗിരിനിരകൾ. നാലു ഭാഗത്തും മലനിരകൾ ഉയർന്നു നിൽക്കുന്നത് കണ്ടാൽ നീലത്താമരകൾ ഇതൾ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. അതുപോലെ നേർത്ത മൂടൽ മഞ്ഞിൻ്റെ മൂടുപടം ഈ കാഴ്ചകളെ മറയ്ക്കുന്നു എന്നിങ്ങനെയുള്ള നിളാതീരത്തിൻ്റെ വർണ്ണന മനോഹരമാണ്. അറ്റം പെടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറക്കുന്നുകൾ, ഉറക്കക്ഷീണം പിടിപെട്ട കുപ്പിവളയിട്ട ചടച്ച പാടങ്ങൾ, പച്ചപ്പാതി തുടച്ച തോട്ടങ്ങൾ, പാളി നോക്കുന്ന ഗ്രാമീണ ഭവനങ്ങൾ, നാടുവടി പാട്ടുപാടി വയലോലകൾക്കിടയിൽ കൂടെ പാദസരമിട്ട് ഭർത്തഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ. ഭാരതപ്പുഴയെക്കുറിച്ച് പറഞ്ഞു നോക്കൂ. നാടോടി പാട്ടുപാടിക്കൊണ്ട് വയലോലകൾക്കിടയിലൂടെ പാദസരമിട്ട് ഭർത്തഗൃഹത്തിലേക്ക്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഭാരതപ്പുഴ. നീലമേലാപ്പുകെട്ടിയ അനന്തചക്രവാളം, മേഘമാലകൾ, കണ്ണെത്താത്ത സൗന്ദര്യ സരസ്, കരിങ്കൽ പടവുകൾ തീർത്ത മലനിരകൾ, ഗിരിനിരകളുടെ നീലത്താമര തടാകങ്ങൾ, മൂടൽ മഞ്ഞിൻ്റെ മൂടുപടം, കുപ്പിവളയിട്ട ചടച്ച പാടങ്ങൾ തുടങ്ങിയ വർണ്ണനകൾ മനോഹരമായ ഒരു ഗ്രാമത്തിലെ ദൃശ്യങ്ങൾ വായനക്കാരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. ഒരു കവിത പോലെ മനോഹരമാണ് ഈ യാത്രാനുഭവം. ഉറക്കക്ഷീണം പിടിപെട്ട കുപ്പിവളയിട്ട പാടങ്ങൾ, പാളി നോക്കുന്ന ഗ്രാമീണ ഭവനങ്ങൾ, പാദസരമിട്ട് ഭർത്തഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ എന്നീ വർണ്ണനകളിലൂടെ പ്രകൃതി ദൃശ്യങ്ങൾക്ക് മാനുഷിക ഭാവം പകർന്നു കൊടുക്കുകയാണ് പി കുഞ്ഞിരാമൻ നായർ. നീലമേലാപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആകാശത്തെയാണ്. നീലമേലാപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആകാശത്തെ. അനന്ത ചക്രവാളം എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? അനന്തമായ ചക്രവാളം. അനന്തചക്രവാളം, അനന്തമായ ചക്രവാളം. ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ഒരു ഭാഗമാണ് കൂമൻകാവ് എന്ന പാഠഭാഗം. അരയാലിലകളിൽ ഒരു പതിഞ്ഞ കാറ്റ് വീശി. തലതിരിച്ചലിന് ഇത്തിരിയാക്കം തോന്നി. ബസ്സിൻ്റെ തട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഹോൾഡോളിൻ്റെ പുറത്ത് പതിഞ്ഞിരുന്ന അഴുക്കുപാടുകളിലേക്ക് രവി നോക്കി. ഈ കൂമൻകാവ് അല്ലെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം രവിയാണ്. അതൊക്കെ സോഡാപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് കഴുകിക്കളയണമെന്നോ മറ്റോ അയാൾ നിശ്ചയിച്ചു. സുഖാലിത്യത്തിൻ്റെ ചുഴിയിൽ പതുക്കെ കറങ്ങിത്തിരിയുന്ന മനസ്സിനെ നിലക്ക് നിർത്താനെന്ന വണ്ണം രവി ആ അഴുക്കുപാടുകളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു. കൂമൻകാവിൽ ബസ്സിറങ്ങുന്ന രവിയുടെ കാഴ്ചകളാണ് ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ബസ്സിൻ്റെ തട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും എടുത്ത് രവി കൂമൻകാവിലേക്ക് ഇറങ്ങുകയാണ്. അരയാലിലകളിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റേറ്റപ്പോൾ തലതിരിച്ചിലിന് അല്പം ആശ്വാസം തോന്നി. തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയ 4-5 ഏറുമാടങ്ങളാണ് കൂമൻകാവ്. തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയ 4-5 ഏറുമാടങ്ങൾ. അതിലൊന്ന് സർവത്ത് കടയാണ്. അവിടെ നിന്ന് രവി സർവത്ത് കുടിക്കുന്നു. സർവത്തിൽ ചേർത്തിട്ടുള്ള വെള്ളത്തെക്കുറിച്ച്
പുതുമഴയുടെ രുചിവെള്ളം എന്നാണ് രവി പറയുന്നത്. പുതുമഴയുടെ രുചിവെള്ളം എന്നാണ് ആ സർബത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ആരാണ് രവി പറയുന്നത്? അവിടെ ഒരു ബെഞ്ചിലിരുന്ന് കൂമൻകാവിൻ്റെ ചിത്രം മനസ്സിലേക്ക് പകർത്താൻ ശ്രമിക്കുകയാണ് രവി. നിലത്തറഞ്ഞ തെക്കീൻ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള 4-5 ഏറുമാടങ്ങളിലായിരുന്നു കൂമൻകാവ് അങ്ങാടി. കൂമൻകാവ് അങ്ങാടി എന്നാണ് പറയുന്നത്. കൂമൻകാവ് ഒരു അങ്ങാടിയാണ്. പാത അവസാനിക്കുന്ന ഇടം ചെറിയൊരു മൈതാനമായിരുന്നു. അതിന് ചുറ്റുമാണ് ഏറുമാടങ്ങൾ. പാത അവസാനിക്കുന്നിടത്ത് ഒരു ചെറിയ മൈതാനമുണ്ട്. അതിന് ചുറ്റുമായിട്ടാണ് ഈ ഏറുമാടങ്ങൾ കിടന്നത്. അവയുടെ പുറകിൽ തൂവരക്കാടുകളിലും വാഴക്കൂട്ടങ്ങളിലും നഷ്ടപ്പെട്ട കുടിലുകൾ. അവയ്ക്കെല്ലാം മുകളിൽ ബലിഷ്ഠകായന്മാരായ മുത്തച്ഛന്മാരെ പോലെ പടർന്നിട്ടുള്ള മാവുകൾ, നീല ഞരമ്പോടിയ പരന്ന തണലുകൾ. ഈ കാഴ്ചകൾ നേരിൽ കാണുന്ന രീതിയിലാണ് ഒ. വിജയൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പരിഷ്കാരം കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു നാട്ടിൻ പുറത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഗ്രാമീണ ഭാഷയുടെ ഭംഗിയും ഈ വിവരണത്തിൽ കാണാം. അങ്ങാടിയും കുടിലും മാവുകളും തണലുമെല്ലാം നിറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഒ. വിജയൻ കൂമൻകാവിൽ അവതരിപ്പിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ ഒട്ടും തന്നെ പരിഷ്കാരം ചെന്നെത്തിയിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് കൂമൻകാവ് എന്ന് നമുക്ക് തോന്നും. രവിയും ചുമട്ടുകാരനും നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. ആ വഴിയിൽ വാഹനങ്ങളൊന്നും തന്നെയില്ല എന്നതിൻ്റെ സൂചനയാണിത്. കൂമൻകാവ് അങ്ങാടി എന്ന് പറയുന്നത് 4-5 ഏറുമാടങ്ങൾ മാത്രമായിരുന്നു എന്നും പറയുന്നുണ്ട്. എൻ ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന നാടകത്തിലെ ഒരു ഭാഗമാണ് ഓർമ്മയിലെ തീനാളങ്ങൾ. ദശരഥനും കൗസല്യയുമാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം വനവാസത്തിന് പോയതോടെ മനോവിഷമം കൊണ്ട് തളർന്ന ദശരഥൻ തനിക്ക് പണ്ട് ലഭിച്ച ഒരു മുനിശാപത്തെക്കുറിച്ച് കൗസല്യയോട് പറയുന്നതാണ് സന്ദർഭം. അസാമാന്യമായ ഒരു കഴിവ് ദശരഥന് ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഉന്നം വെച്ച് അസ്ത്രം എഴുതാനുള്ള കഴിവാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരിക്കലൊരു നായാട്ട് നടത്തുമ്പോൾ സരയൂ തടാകത്തിൽ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ഒരു ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ദശരഥൻ അമ്പെയ്യുന്നു. എന്നാൽ ആനയുടെ കരച്ചിലിനു പകരം മനുഷ്യന്റെ കരച്ചിലാണ് ദശരഥൻ കേൾക്കുന്നത്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിയെത്തിയ അദ്ദേഹം തൻ്റെ അമ്പയിട്ട് പ്രാണവേദനയിൽ പിടയുന്ന മുനികുമാരനായ ശ്രാവണനെയാണ് കാണുന്നത്. തൻ്റെ അന്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ സരയൂ തടത്തിൽ എത്തിയതായിരുന്നു അവൻ. തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇനി ആരുമില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് ആ മുനികുമാരൻ മരണപ്പെടുന്നു. ദശരഥൻ മുനികുമാരൻ്റെ അന്ധരായ വൃദ്ധ ദമ്പതികളെ ചെന്ന് കാണുന്നു. ശ്രാവണൻ വെള്ളം കൊണ്ടുവരാൻ വൈകിയതെന്തേ എന്നവർ ചോദിച്ചപ്പോൾ ദശരഥൻ സംഭവമെല്ലാം അവരോട് പറയുന്നു. പുത്രവിയോഗത്തിന് പുറമെ ഇനി തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന വ്യസനത്താൽ അവർ തൻ്റെ മകൻ്റെ ചിതയിൽ ചാടി ജീവിതം അവസാനിപ്പിക്കുന്നു. കുറ്റം ചെയ്ത് രാജാവാണെങ്കിൽ തന്നെയും പുത്രശോകത്താൽ നീയും മരിക്കുമാറാകട്ടെ എന്ന് അവർ ദശരഥനെ ശപിക്കുന്നു. നീ അറിയാതെ ചെയ്ത പാപമാകയാൽ നിനക്ക് വലിയ വിപത്തുണ്ടാകില്ല, പക്ഷേ നീയും പുത്രശോകത്താൽ മരിക്കും എന്നാണ് ആ വൃദ്ധ ദമ്പതികൾ അദ്ദേഹത്തെ ശപിക്കുന്നത്. നീ അറിയാതെ ചെയ്ത പാപമാകയാൽ വലിയ വിപത്തുണ്ടാകില്ല, പക്ഷേ നീയും പുത്രശോകത്താൽ മക്കളുടെ ദുഃഖത്താൽ മരണപ്പെടും എന്നാണ് അവർ ശപിക്കുന്നത്. ദേവി, ആ സ്ഫുടമായ വാക്യങ്ങൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. ദശരഥൻ തൻ്റെ ഭാര്യയായ കൗസല്യയോട് പറയാണ്, ദേവി, ആ സ്ഫുടമായ വാക്യങ്ങൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. ആ പൊട്ടിത്തെറിക്കുന്ന തീനാളങ്ങൾ എനിക്ക് വ്യക്തമായി കാണാം. ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞു. ഇനി ഒരു രക്ഷാമാർഗവുമില്ല. ആ തീനാളങ്ങൾ ഇനി എന്നെ വിഴുങ്ങാൻ താമസമില്ല. ദേവി, ആ സ്ഫുടമായ വാക്യങ്ങൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. ആരുടെ വാക്കുകളാണ്? ആ അന്ധരായ ആ മാതാപിതാക്കൾ, അവരുടെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേൾക്കുന്നത്. ആ പൊട്ടിത്തെറിക്കുന്ന തീനാളങ്ങൾ എനിക്ക് വ്യക്തമായി കാണാം. ആ മുഹൂർത്തം അടുത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു രക്ഷാമാർഗവുമില്ല. ആ തീനാളങ്ങൾ ഇനി എന്നെ വിഴുങ്ങാൻ താമസമില്ല. ഇന്ന് തനിക്ക് ഈ അവസ്ഥ വന്നതിൻ്റെ കാരണം ആ ശപമാണ് എന്നാണ് കൗസല്യയോട് ദശരഥൻ പറയുന്നത്. ആശാ മേനോൻ്റെ യാത്രാ വിവരണമായിട്ടുള്ള അടരുന്ന കക്കുകൾ എന്നതിലെ ഒരു ഭാഗമാണ് ഒരു തൂവലിൻ്റെ
കഥ. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ പർവ്വത പ്രദേശങ്ങളിൽ പ്രചരിക്കുന്ന ഒരു നാടോടി കഥയാണ് പാഠഭാഗത്ത് പറയുന്നത്. മരുഭൂമിയുടെ ഹൃദയഭാഗത്തിൽ എവിടെയോ അല്പം തെളിനീർ ഊറുന്ന ഒരു ജലാശയം. മരുഭൂമിയാണ്, അതിൻ്റെ ഏതോ ഒരു ഭാഗത്ത് നല്ല തെളിനീര് കിട്ടുന്ന ഒരു ജലാശയമുണ്ട്. ഒരിക്കൽ ഏതോ പ്രാകൃത ഗോത്രത്തിൽപ്പെട്ട ഒരു ബാലൻ ആ ജലാശയത്തിന് സമീപത്തെത്തുന്നു. ഒരു വളരെ പ്രാകൃതനായ ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു പയ്യൻ, ഒരു ബാലൻ ആ ജലാശയത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. വളരെ ദാഹമുണ്ടായിരുന്നു അവന്. അവൻ കൈക്കുമ്പിളിൽ ജലമെടുത്ത് കുടിക്കുകയാണ്. ഒരിറക്ക്, രണ്ടിറക്ക്. പെട്ടെന്ന് തന്നെ അവൻ്റെ കണ്ണിഞ്ചിപ്പോയി. മഹാകാശങ്ങളിലേക്ക് അതിവേഗം പറന്നു ചെല്ലുന്ന ഒരു പത്മരാഗ പക്ഷിയുടെ പൂഞ്ചിറകുകൾ അവൻ്റെ കൈത്തലത്തിലെ ജലാകാശത്തിൽ പ്രതിഫലിക്കുന്നു. അത്രയും ചെമപ്പാർന്ന ഒന്നും തന്നെ അവൻ കണ്ടിരുന്നില്ലല്ലോ. അത്രയും ചുവന്ന നിറമുള്ള ഒന്നും തന്നെ അവൻ കണ്ടിരുന്നില്ലല്ലോ. ആ കാഴ്ച ഒരു മിന്നൽ പോലെ അവനിലൂടെ കടന്നുപോയിരിക്കണം. പത്മരാഗ പക്ഷിയെ അന്വേഷിച്ച് പുറപ്പെടാൻ അവൻ തയ്യാറായത് അതിനാലാവണം. അവൻ ആ പത്മരാഗ പക്ഷിയെ അന്വേഷിച്ച് പിന്നീട് യാത്രയാവുകയാണ്. രാപ്പകലുകൾ കടന്ന്, നിലാവും പൗർണമിയും കടന്ന് ബാലൻ തിരിഞ്ഞുപോയ വഴികളിലൊന്നും തന്നെ ആ പക്ഷിയെ കണ്ടവരാരുമില്ലായിരുന്നു. അവൻ പല വഴികളിലൂടെ നടന്നു. രാത്രിയൊന്നും പകലൊന്നും വ്യത്യാസമില്ലാതെ നിലാവും പൗർണമിയും എല്ലാം കടന്ന് ആ പത്മരാഗ പക്ഷിയെ അവൻ അന്വേഷിച്ച് നടന്നിരുന്നു. പക്ഷേ അവൻ തിരഞ്ഞ ആ പക്ഷിയെ ഒരിടത്തും ആരും തന്നെ കണ്ടെത്തിയിരുന്നില്ല. പതുക്കെ പതുക്കെ മാസങ്ങളും വർഷങ്ങളും പോയി. പത്മരാഗ പക്ഷിക്ക് വേണ്ടിയുള്ള ആരായൽ അവസാനിച്ചില്ല. അന്വേഷിച്ചു പോകൽ അവൻ അവസാനിപ്പിച്ചില്ല. ബാല്യത്തിലെന്നോ അനുഭവപ്പെട്ട ആ ഒരു ഒളിവെട്ടം ജീവിതത്തിൽ തൻ്റെ ദിശയായി തീർന്നത് അവൻ അറിഞ്ഞില്ല. ചിരപരിചിതമായ ഒന്നിനെക്കുറിച്ചെന്നതുപോലെ ആ ബാലൻ പലരോടും ആ പക്ഷി എവിടെയെന്ന് ചോദിക്കുമായിരുന്നു. അവൻ കാണുന്നവരോടെല്ലാവരോടും ആ പത്മരാഗ പക്ഷിയെക്കുറിച്ച് ചോദിക്കുന്നു. ചെമന്ന ചിറകുകളുള്ള ഒരു കൈത്തലത്തോളം മാത്രം പോകുന്ന ചരപക്ഷി എവിടെയാണ് കൂട് കൂട്ടുന്നതെന്ന് പറഞ്ഞു തരാമോ? അവൻ ചോദിച്ചത് ഇങ്ങനെയാണ്: ചെമന്ന ചിറകുകളുള്ള ഒരു കൈത്തലത്തോളം മാത്രം പോകുന്ന ചരപക്ഷി എവിടെയാണ് കൂട് കൂട്ടുന്നതെന്ന് പറഞ്ഞു തരുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. കുറെ ചെന്നപ്പോൾ ഒരു വൃദ്ധൻ മറുപടി പറയുകയാണ്. യാത്രയുടെ നിർണായകമായ നിമിഷത്തിലായിരുന്നു അത്. കുഞ്ഞെ, വടക്കൻ പർവ്വതനിരകളിലേക്ക് നീ വിവരിക്കുന്നത് പോലൊരു പക്ഷി പറന്നകലുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. വടക്കൻ പർവ്വതനിരകളിലേക്ക് നീ പറഞ്ഞതുപോലെയുള്ള ഒരു പക്ഷി പറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരു വൃദ്ധൻ പറയുന്നു. കയറി ചെല്ലാൻ എളുപ്പമല്ലാത്ത ആ പർവ്വതനിരകളിലേക്ക് ബാലൻ പുറപ്പെടുക തന്നെയാണ്. വളരെ കഷ്ടപ്പാടാണ് അങ്ങോട്ട് ചെല്ലാൻ. അങ്ങനെയുള്ള ആ പർവ്വതനിരയിലേക്ക് കയറാൻ വേണ്ടി, അങ്ങോട്ട് പോകാൻ വേണ്ടി ആ ബാലൻ തയ്യാറാവുകയാണ്. ക്ഷീണമൊന്നും വകവയ്ക്കാതെ കൈകാലുകൾ തളരുമ്പോഴും അവൻ ആ ചെമന്ന ചിറകുകൾ തേടി അവൻ യാത്രയാകുന്നു. പർവ്വതത്തിൻ്റെ മുകളിലെത്തിയപ്പോഴേക്കും ആ നാടോടി പയ്യൻ കുഴഞ്ഞു പോയിരുന്നു. അപ്പോഴും നിവർത്തിപ്പിടിച്ച കൈത്തലവുമായി അവൻ അവിടെ മറിഞ്ഞു വീണു. മൃതിയുടെ തിമിരം വീഴുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആ ചിറകുകൾ കൺപാർത്തുകൊണ്ട് ആ നിമിഷം മുകളിലെവിടെയോ നിന്ന് ആ പത്മരാഗത്തൂവൽ കൈവെള്ളയിൽ പാറി വീഴുകയാണ്. അവൻ മരിക്കുന്നതിന് മുമ്പായി അവൻ്റെ കൈവെള്ളയിൽ ആ പക്ഷിയുടെ തൂവൽ പറന്നു വീഴുന്നു. ജീവിതാവസാനം വരെ നീണ്ട കൗതുകം നിറഞ്ഞ ഒരു അന്വേഷണത്തിൻ്റെ, കണ്ടെത്തലിൻ്റെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു വളരെ വ്യത്യസ്തമായ യാത്രാനുഭവമാണ് തൂവലിൻ്റെ കഥയിൽ ആശാ മേനോൻ പറയുന്നത്. കൈക്കുമ്പിളിൽ കോരിയ വെള്ളത്തിൽ പ്രതിഫലിച്ച പത്മരാഗ പക്ഷിയെ അന്വേഷിച്ചു പോകുന്ന ബാലൻ. കൈക്കുമ്പിളിൽ കോരിയ വെള്ളത്തിൽ പ്രതിഫലിച്ച ആ പത്മരാഗ പക്ഷിയെ തേടിയാണ് ആ ബാലൻ യാത്രയാകുന്നത്. അവനുണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ജീവിതാവസാനം വരെ നീളുന്ന ഒരു യാത്രയായിരുന്നു അത്. ഒടുവിൽ അവൻ മരണപ്പെടുകയാണ്. അവൻ്റെ കൈത്തലത്തിൽ വീണ പത്മരാഗ പക്ഷിയുടെ തൂവലും ഒരു സാങ്കല്പിക യാത്രയുടെ അനുഭവമാണ് വായനക്കാരന് പകർന്നു നൽകുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുമല്ലോ.